Biomass. Biomass is the organic matter produced by terrestrial and aquatic plants and their derivatives. Organic matter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവവസ്തു എന്നൊക്കെ പറയാം. ടെറസ്ട്രിയൽ മീൻസ് കരയിലുള്ളത്, അക്വാട്ടിക് മീൻസ് വെള്ളത്തിലുള്ളത്. ഇത്തരം പ്ലാന്റ്സും പിന്നെ their derivative മീൻസ് ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ബയോമാസ് എന്ന് പറയുന്നത്. So it's an organic matter produced by terrestrial and aquatic plants and their derivatives. പ്ലാന്റ്സിന്റെ കേസ് നമുക്കറിയാം, കൺസംഷൻ അനുസരിച്ച് അത് വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് റിന്യൂവബിൾ. Now, solar energy is stored as chemical energy in this type of plants. How this process is happening? ഒരു പ്ലാന്റിന്റെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണെന്ന് നമുക്കറിയാം. അതുവഴിയാണ് സോളാർ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സോ ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് എനർജി ജനറേഷൻ. ബയോമാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ബയോമാസ് ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം വാട്ടർ കണ്ടന്റ് വിൽ ബി 50 to 90%. So that is, biomass is highly dispersed and is bulky, contain large amount of water. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് എക്കണോമിക്കൽ ടു ട്രാൻസ്പോർട്ട് ബയോമാസ് ഫോർ ലാർജ് ഡിസ്റ്റൻസസ്. ബയോമാസ് മീൻസ് ഫോർ എക്സാമ്പിൾ വുഡ്, കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വുഡ് ലോങ് ഡിസ്റ്റൻസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലോജിക്കൽ, ഇറ്റ്സ് നോട്ട് എക്കണോമിക്കൽ. അതിന് പകരമായിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ദാറ്റ് മെത്തേഡ് ഈസ് കൺവേർട്ട് ഇറ്റ് ടു ലിക്വിഡ് ഓർ ഗ്യാഷ്യസ് ഫ്യൂവൽ ആൻഡ് ട്രാൻസ്പോർട്ട്. മെത്തനോള്, എത്തനോള് ഈ രീതിയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ആ ഫ്യൂവലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ദാറ്റ് ഇസ് മോർ എക്കണോമിക്കൽ. There are 3 categories of biomass. So the first case is biomass in its traditional solid form. Second case is biomass in non-traditional form. And third is biogas. First case എന്ന് പറയുന്നത് ട്രഡീഷണൽ സോളിഡ് ഫോം. ബയോമാസിനെ ആസ് സച്ച് ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള രീതി, അഥവാ വുഡ് ഫയർവുഡ് ആയിട്ട് നമുക്ക് ബേൺ ചെയ്തിട്ട് ഉപയോഗിക്കാം. മരം ഉണക്കിയെടുത്ത് അത് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ അഗ്രികൾച്ചറൽ റെസിഡ്യൂസ്, അതും കത്തിക്കാൻ ഉപയോഗിക്കാം. സോ ബേൺ ഡയറക്ട്ലി ആൻഡ് ഗെറ്റ് എനർജി. വുഡ് കത്തിച്ചിട്ട് എനർജി, ഫയർവുഡ് കത്തിക്കാം, അഗ്രികൾച്ചറൽ റെസിഡ്യൂസ് കത്തിക്കാം. ആ രീതിയിൽ നമുക്ക് എനർജി ഉണ്ടാക്കാം. അതാണ് ഇതിന്റെ ട്രഡീഷണൽ സോളിഡ് ഫോം, സിംപ്ലസ്റ്റ് കേസ്. രണ്ടാമത്തെ ബയോമാസ് ഇൻ നോൺ ട്രഡീഷണൽ ഫോം. കൺവേർട്ട് ദിസ് ബയോമാസ് ഇൻ ടു ലിക്വിഡ് ഫ്യൂവൽസ്, അഥവാ ഇതിന് എത്തനോള്, മെത്തനോളുകളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ദെൻ അത് യൂസ് ചെയ്യുക. അതാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കാത്ത ഒരു മെത്തേഡ്. നെക്സ്റ്റ് ഈസ് ബയോഗ്യാസ്. ബയോഗ്യാസ് എന്താണെന്ന് നമുക്ക് അറിയാം. അവിടെ നമ്മൾ നോർമലി ഇപ്പോൾ ചാണകമാണ്, അത് ആസ് സച്ച് ഉപയോഗിക്കുന്നില്ല. അതിന്റെ ഗ്യാസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഈസ് ഫെർമെന്റേഷൻ ഓഫ് ദ ബയോമാസ് anaerobically. ഓക്സിജന്റെ ആബ്സെൻസിൽ, എയറിന്റെ ആബ്സെൻസിൽ നമ്മൾ അതിനെ ഫെർമെന്റ് ചെയ്യുക അഥവാ പുളിപ്പിക്കുക ചാണകത്തെ, ആൻഡ് ഗെറ്റ് ദ ഗ്യാഷ്യസ് ഫ്യൂവൽ ആസ് ബയോഗ്യാസ്. ബയോഫ്യൂവൽസ്, എനർജി സ്റ്റോർഡ് ഇൻ ഡ്രൈ ബയോമാസ്, എക്സാമ്പിൾ വുഡ്, സ്ട്രോ എക്സെട്ര, ഈസ് ഈസിലി റിലീസ്ഡ് ബൈ ഡയറക്റ്റ് കമ്പസ്റ്റൻ. ഇപ്പോൾ ഒരു മരത്തടിയിലുള്ള എനർജി അല്ലെങ്കിൽ സ്ട്രോ, പുല്ല്, വൈക്കോൽ, ഇതിനൊക്കെയുള്ള എനർജിയെ നമുക്ക് കിട്ടാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ് എന്താണ്? അത് കത്തിക്കുക ഡയറക്റ്റ് ആയിട്ട്. പക്ഷെ അതിന്റെ കണ്ടീഷൻ ഉണ്ട്. ഫോർ ദാറ്റ് ഇറ്റ് റിക്വയർസ് ടു ഡ്രൈ വെറ്റ് ബയോമാസ്. കത്തിക്കണമെന്നുണ്ടെങ്കിൽ പുല്ല് ഉണങ്ങി കിട്ടണം, ഡ്രൈ ആയിരിക്കണം, വുഡ് ഡ്രൈ ആയിരിക്കണം. then only we can burn it, then only we can make direct combustion. അപ്പൊ ഇതിനേക്കാളൊക്കെ ബെറ്റർ എന്താണ്? ബെറ്റർ ടു കൺവേർട്ട് വെറ്റ് ഓർഗാനിക് മാറ്റർ ടു പ്രീമിയം ഫ്യൂവൽസ്. മെത്തനോൾ, എത്തനോളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അത് യൂസ് ചെയ്യാതാണ് എപ്പോഴും ബെറ്റർ. ബയോഫ്യൂവല്, of course there should be 3 types: solid fuels, liquid fuel and gaseous fuel. First case, solid biofuel. Solid biofuel, first example wood. വുഡ് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, ഇൻ ദ ഫോം ഓഫ് കട്ട് ലോഗ്സ്. ഒന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചതുപോലെ വിറകിന് ആ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. വുഡ് ചിപ്സ് എന്ന് പറഞ്ഞാൽ കാർപ്പൻട്രി വർക്കിന്റെ ഒക്കെ ഭാഗമായിട്ട്
ഈ സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള റെസിഡ്യൂസ് ഉണ്ടാവും. ദാറ്റ് വി ക്യാൻ യൂസ്. സോഡസ്റ്റ്, സോ മില്ലുകളിലുള്ള ഈർച്ചപ്പൊടി എന്നൊക്കെ പറയുന്ന വസ്തു, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ബൾക്കി ഫ്യൂവൽ. മറ്റ് പലതിനെയും കമ്പയർ ചെയ്യുമ്പോൾ ലോ ആഷ്, അതുപോലെ സൾഫർ കണ്ടന്റ് ഒക്കെ വളരെ കുറവാണ്. ഇറ്റ് ബേൺ ഈസിലി. ദീസ് ആർ ദ ബെനിഫിറ്റ്സ്. ബൾക്കി ഫ്യൂവൽ ആണെന്നുള്ള ഒരു ഡിമെറിറ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ബാക്കിയുള്ള കുറെ മെറിറ്റുകളുണ്ട്. രണ്ടാമത് സോളിഡ് ഫ്യൂവൽ ആണ് സ്ട്രോ, വൈക്കോൽ അല്ലെങ്കിൽ പുല്ല്. നമ്മുടെ നാട്ടിൽ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കേസ് അല്ല. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു പരിധിവരെ യൂസ് ചെയ്യുന്ന ഒരു കേസ് തന്നെയാണ്. സ്ട്രോ ബേണിംഗ് സ്റ്റൗസ് ആൻഡ് ഫർണസസ് ബിക്കം ഇൻക്രീസിംഗ്ലി കോമൺ. ഗ്യാസിന് പകരം വൈക്കോൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഫർണസ് അല്ലെങ്കിൽ സ്റ്റൗ ഇതൊക്കെ കോമൺ ആകുന്നു. ബേൺ ചോപ്ഡ് ആൻഡ് കമ്പസ്ഡ് സോ യൂസ്ഡ് ഫോർ സ്പേസ് ഹീറ്റിംഗ്, വാട്ടർ ഹീറ്റിംഗ് ആൻഡ് ക്രോപ്പ് ഡ്രൈയിങ്. സ്പേസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. റൂം ഒക്കെ ചൂടാക്കി എടുക്കുന്നതിനാണ് നമ്മൾ സ്പേസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. എ സിയുടെ, എയർ കണ്ടീഷൻ്റെ ഒരു ഓപ്പോസിറ്റ് വർക്കിംഗ് ആണ്. നമ്മുടെ നാട്ടിലത് അങ്ങനെ ആവശ്യമില്ല. തണുത്ത രാജ്യങ്ങളിലാണ് പലപ്പോഴും അത് ഉപയോഗിക്കുന്നത്. പിന്നെ വെള്ളം തിളപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്രോപ്പ് ഡ്രൈയിങ്, വിളകളൊക്കെ ഉണക്കിയെടുക്കാനൊക്കെ ഉപയോഗിക്കാം. ഫോർ ദാറ്റ് വി നീഡ് ടു ചോപ്പ് ആൻഡ് കംപ്രസ് സ്ട്രോ. വൈക്കോല് നമുക്കൊരു ബൾക്കായിട്ട് കത്തിക്കാൻ കഴിയില്ല. ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിവെച്ച് കംപ്രസ് ചെയ്തെന്നുള്ള ചെറിയ ചെറിയ ബണ്ടിലുകളാക്കിയിട്ടാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് സ്ട്രോ ബേണിംഗ്. ഇനി മൂന്നാമത്തെ ഒരു കേസാണ് മുനിസിപ്പൽ റെഫ്യൂസ്. മുനിസിപ്പൽ റെഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മുനിസിപ്പാലിറ്റി വേസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അതിൽ അഫ്കോഴ്സ് ലിക്വിഡ് വേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുനിസിപ്പാലിറ്റി സോളിഡ് വേസ്റ്റ്, ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിനെ നമുക്ക് കത്തിക്കാം. ആ രീതിയിൽ നമുക്ക് അതിനെ എനർജി സോഴ്സായിട്ട് ഉപയോഗിക്കാം. അത് കിട്ടിയതുപോലെ നമുക്ക് കത്തിക്കാൻ കഴിയില്ല. അതിൽ ഒരുപാട് പോയ്സണസ് ആയ കാര്യങ്ങൾ ഉണ്ടാകും, മെറ്റൽസ് ഉണ്ടാകും, സോളിഡ് ഉണ്ടാകും. വാട്ട് വി ഹാവ് ടു ഡു, വി ഷുഡ് ഡ്രൈ ഇറ്റ്, വി ഷുഡ് സോർട്ട് ഇറ്റ് ആൻഡ് ഷ്രെഡ് ഇറ്റ്, ദെൻ ബേൺ. ഓഫ് കോഴ്സ് അത് വളരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ മെസ്സിയാണ്. പിന്നെ കോളിനെറ്റൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ലോ എനർജി കണ്ടന്റ് ആണ്. 1/3 ഓഫ് കോളേ ഉള്ളൂ. വളരെ അപകടകരമായ പോയ്സണസ് ഗ്യാസസ് ഒക്കെ ഉണ്ടാകാം, കൊറോസീവ് പ്രോഡക്ട്സുകൾ ഉണ്ടാകാം. അതുകൊണ്ട് പ്രിക്കോഷൻ മസ്റ്റ് ബി ടേക്കൺ വെൻ വി ആർ യൂസിങ് മുനിസിപ്പൽ റെഫ്യൂസ് ആസ് എ ഫ്യൂവൽ. നെക്സ്റ്റ് കാറ്റഗറി ലിക്വിഡ് ബയോഫ്യൂവൽ. വെജിറ്റബിൾ ഓയിൽ ഈസ് എ ബയോഫ്യൂവൽ. ആൽക്കഹോൾ ലൈക്ക് methanol, ethanol, etc. they are also biofuel. That means alcohol, vegetable oils, etc. can be used instead of petrol and diesel. That's it. കോക്കനട്ട് ഓയിൽ അടക്കമുള്ള വെജിറ്റബിൾ ഓയിൽസിന് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഹൈഡ്രോകാർബൺ ഫ്രം യൂഫോർബിയ can also be used. യൂഫോർബിയ എന്ന് പറയുന്ന ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഒരു തരം പ്ലാന്റ്സ് ആണ്. ആ പ്ലാന്റ്സിന്റെ കറ, ലാറ്റക്സ്, ഇറ്റ്സ് റിച്ച് ഇൻ പെട്രോളിയം ലൈക്ക് കോമ്പൗണ്ട്സ്. അപ്പോൾ അതും ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. മെത്തനോൾ ആൻഡ് എത്തനോൾ, ദീസ് ആർ ലിക്വിഡ് ബയോഫ്യൂവൽസ്. ഇതിനെ നമുക്ക് പെട്രോളുമായിട്ട് ഒരു തരത്തിൽ ടെക്നിക്കലി മിക്സ് ചെയ്യുന്നത്, നമ്മൾ നോർമലി മിക്സിംഗ് പ്രോസസ് അല്ല, ബ്ലെൻഡ് ചെയ്യുക. So that can be blended with unleaded petrol and burnt in internal combustion engine. Internal combustion engine എന്ന് പറയുന്നത് നമ്മുടെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടോ എൻജിൻസ്, പെട്രോളിയം എൻജിൻസിനൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറയുന്ന ടെക്നിക്കൽ ടേമാണ്. അതിലോട്ട് പോകേണ്ട കാര്യമില്ല. ഓഫ് കോഴ്സ് ലൈക്ക് കാർ പോലെയുള്ള പെട്രോൾ ഉപയോഗിക്കുന്ന വർക്ക് ചെയ്യുന്ന എൻജിനുകളിൽ പെട്രോളിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് മെത്തനോൾ യൂസ് ചെയ്യാൻ സാധിക്കും, എത്തനോൾ യൂസ് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടി മൈനർ എൻജിൻ മോഡിഫിക്കേഷൻ ഈസ് നീഡഡ്. നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന 20% അധികം ആൽക്കഹോൾ നമ്മൾ പെട്രോളിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈനർ എൻജിൻ മോഡിഫിക്കേഷൻ ഈസ് റിക്വയർഡ്. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്കൊക്കെ സാധ്യതയുണ്ട്. സോ പൈപ്സ്, പമ്പ്സ് ആൻഡ് ഫ്യൂവൽ ടാങ്ക്സ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. കോൾഡ് ക്ലൈമറ്റിലൊന്നും പെട്രോൾ വർക്ക് ചെയ്യുന്ന രീതിയിൽ സിമ്പിളായിട്ട് വർക്ക് ചെയ്യില്ല. സോ എ സ്മോൾ ഇലക്ട്രിക് ഹീറ്റർ ഈസ് നീഡഡ് ഫോർ സ്റ്റാർട്ടിങ് ഇൻ കോൾഡ് ക്ലൈമറ്റ്സ്.
Alcohol burn with higher efficiency than petrol and is free from lead and sulphur. അതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ്. പോയ്സണസ് മെറ്റീരിയൽസിൽ നിന്ന് ഫ്രീ ആണ്. വെജിറ്റബിൾ ഓയിൽ നേരത്തെ പറഞ്ഞ കേസാണ്. ഫ്രം ക്രഷ്ഡ് സീഡ്സ് ആൻഡ് നട്ട്സ്, എക്സാമ്പിൾ പാം, സൺഫ്ലവർ എക്സെട്ര. നമ്മുടെ കേസിൽ കോക്കനട്ട് ഓയിലും ഉണ്ട്. ക്യാൻ ബി ബേൺഡ് ഇൻ അൺമോഡിഫൈഡ് ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിനിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും ഇൻസ്റ്റെഡ് ഓഫ് ഡീസൽ. വെജിറ്റബിൾ ഓയിൽസ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ ഒക്കെ നമുക്ക് ഡീസൽ എഞ്ചിനിൽ ആസ് സച്ച് യൂസ് ചെയ്യാം, യൂസ്ഡ് ഡയറക്ട്ലി ഓർ ബ്ലെൻഡ് വിത്ത് ഡീസൽ ഫ്യൂൽ. ദാറ്റ്സ് ദ കേസ്. നെക്സ്റ്റ് കാറ്റഗറി ഗാസിയസ് ബയോഫ്യൂവൽസ്. അതിൻ്റെ ഒന്നാമത്തെ കേസ് തന്നെ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ് ഫ്രം ഡങ് ആൻഡ് അഗ്രികൾച്ചറൽ വേസ്റ്റ്. കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്ന്, വേസ്റ്റ് പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ബയോഗ്യാസ് ഉണ്ടാക്കാം. ഡങ്, ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കാം. ബയോഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ട്രേസസ് ഓഫ് H2S മീൻസ് ഹൈഡ്രജൻ സൾഫൈഡ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബയോഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം 50% മുതൽ 70% വരെ ഇറ്റ്സ് മീഥേൻ. അതിൻ്റെ എനർജി കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് 2/3 ഓഫ് നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് LPG അല്ല. നാച്ചുറൽ ഗ്യാസിൻ്റെ ഒക്കെ പ്ലാന്റുകളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. സോ അതൊരു എനർജി സോഴ്സ് ആയിട്ട് മറ്റു രാജ്യങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലും ഏകദേശം അത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസിന് പകരം നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നാച്ചുറൽ ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബയോഗ്യാസിൻ്റെ എനർജി കണ്ടന്റ് എന്ന് പറയുന്നത് 2/3 ഓഫ് നാച്ചുറൽ ഗ്യാസ് ആണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിനൊരു പ്രത്യേകതയുണ്ട്. LPG നമ്മൾ ലാർജ് വോളിയം ഓഫ് ഗ്യാസസ് വളരെ കംപ്രസ് ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യുന്നുണ്ടാവുക. അത്തരം ഒരു പോസിബിലിറ്റി ബയോഗ്യാസിൻ്റെ കേസിലില്ല. അതൊരു വലിയ ഡീമെറിറ്റ് ആണ്. നമുക്കിത് കംപ്രസ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനൊന്നും കഴിയില്ല. സോ ഇറ്റ് ഇംപ്രാക്ടിക്കബിൾ ടു സ്റ്റോർ ലാർജ് വോളിയം അറ്റ് ലോ പ്രഷർ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എക്കണോമിക്കൽ ടു യൂസ് ആസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ബയോഗ്യാസ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അവിടെ തന്നെ യൂസ് ചെയ്യുക. അതാണ് അതിൻ്റെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മീഥേൻ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് എ ക്ലീൻ ഗ്യാസ് വിത്ത് ഹൈ കലോറിക് വാല്യൂ. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് 95% ഓഫ് മീഥേൻ. ബയോഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം 50 മുതൽ 70% വരെ മീഥേനാണ്. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു മെത്തനോൾ. Methane can be used in limited range of vehicles, tractors, forklift trucks, etc. More storage space is needed than petrol. Fuel gases is a different types of gas used as fuel. It's produced by the thermal degradation of biomass. വുഡ് പോലെയുള്ള ബയോമാസ് അതൊരു പ്രത്യേക രീതിയിൽ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂൽ ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫ്യൂൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുപാട് ഗ്യാസസ് ഉണ്ടാവും, കോമ്പിനേഷൻ ഓഫ് ലോട്ട് ഓഫ് ഗ്യാസസ്. പക്ഷെ അതിലെ കമ്പസ്റ്റബിൾ കമ്പോണൻസ് എന്ന് പറയുന്നത്, ഫ്യൂലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇതിന്റെ എനർജി കണ്ടന്റ് എന്ന് പറയുന്നത് ഫ്യൂൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതിന് എനർജി കണ്ടന്റ് സെയിം ആവില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊഡക്ഷൻ മെത്തേഡ്. ഏത് രീതിയിലാണ് നമ്മൾ ഫ്യൂൽ ഗ്യാസ് ഉണ്ടാക്കിയിരിക്കുന്നതിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫ്യൂൽ ഗ്യാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാസിഫയർ. ഇപ്പോൾ നോർമൽ എയർ ആണ് നമ്മൾ ആ ഗ്യാസിഫയറിൽ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫ്യൂൽ ഗ്യാസ് ഫ്രം എയർ ബ്ലോൺ ഗ്യാസിഫയർ ഹാവ് കലോറിക് വാല്യൂ ഓഫ് 5 mJ/m3 MJ/m3. Fuel gas from oxygen-fed system have a caloric value of 20 mJ/m3. We can use fuel gas instead of petrol and diesel. That means fuel gas can also replace petrol and diesel. പക്ഷേ ഇറ്റ്സ് uneconomic to transport low caloric value gases for long distances. ഇതിൻ്റെ ഈ കലോറിക് വാല്യൂ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എക്കണോമിക്കൽ. അപ്പോൾ അതുകൊണ്ട് എവിടെയാണോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ തന്നെ അത് യൂസ് ചെയ്യുക. ഇറ്റ് ക്യാൻ ബി ബേൺഡ് ഓൺ സൈറ്റ് ഫോർ ഹീറ്റ്, മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എനർജി. ഫ്യൂൽ ഗ്യാസ് എവിടെ പ്രൊഡ്യൂസ് ചെയ്തോ അവിടെ നമുക്ക് എന്താണോ ആവശ്യം അതിനുവേണ്ടി അത് ബേൺ ചെയ്യുക.
ഹീറ്റാണ് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ മെക്കാനിക്കൽ എനർജി ആവശ്യമുണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യുക, ഓർ യു ക്യാൻ യൂസ് ഫോർ ഇലക്ട്രിക്കൽ എനർജി ആൾസോ.